നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യാഗിൽ. ആദ്യം പ്രധാന വാർത്തകൾ. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിതിക്കായി ഓരോ ഇന്ത്യൻ പൗരനും ശ്രമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പള്ളിപ്രം GFLP സ്കൂളിൽ ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ആചരിച്ചു. വൈവിധ്യമാർന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുമായി കഴിമ്പ്രം വിദ്യാലയം. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി നാട്ടിക നിയോജന മണ്ഡലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിതിക്കായി ഓരോ ഇന്ത്യൻ പൗരനും ശ്രമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വർഗീയതയുടെയും വിഘടനവാദത്തിന്റെയും വംശീയതയുടെയും വിത്തുകൾ വിതച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെ മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച് നേരിടണമെന്ന് മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വ്യക്തമാക്കി. രാഷ്ട്രപിതാവ് ആഹ്വാനിച്ചത് അനുസരിച്ച് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും എത്തിച്ച് ശാക്തീകരിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാവിലെ 9-ന് ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കമായി. മൈതാനത്തെത്തിയ മന്ത്രി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, SPC, NCC ഉൾപ്പെടെ 20 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. തൃശൂർ സെന്റ് ആൻഡ് കോൺവെന്റ്, കുരിയച്ചിറ സെന്റ് ജോസഫ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാൻഡ് പ്ലറ്റൂണുകൾ തുടങ്ങിയവർ പരേഡിന് മികവേകി. ചേലക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ K സതീഷ് കുമാർ പരേഡ് നയിച്ചു. DHQ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ PV ശിവശങ്കരനായിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ്. മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി മൊമെന്റോ സമ്മാനിച്ചു. സായുധസേന പതാക നിധിയിലേക്ക് കൂടുതൽ തുക സമാഹരിച്ച വിദ്യാഭ്യാസ സ്ഥാപനമായ പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പാളിനും വിദ്യാഭ്യാസേതര സ്ഥാപനമായ തൃശൂർ 24 കേരള ബറ്റാലിയൻ NCC അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷിനും റോളിംഗ് ട്രോഫികളും മന്ത്രി സമ്മാനിച്ചു. തുടർന്ന് ദേശീയഗാനാലാപനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു. പൂർണ്ണമായും ഹരിതചട്ടവും പാലിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. P ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സിറ്റി ജില്ലാ പോലീസ് മേധാവി R ഇളങ്കോ, റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ കടന്നു പോകുന്നത് ശ്രീ സൂരജ് CS. സമത്വത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുകയാണ് വേണ്ടത്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ സമത നിറഞ്ഞ ഒരു നാട് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഈ സ്വാതന്ത്ര്യ ദിനം അതിനുള്ള പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പള്ളിപ്രം GFLP സ്കൂളിൽ ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ആചരിച്ചു. വാർഡ് മെമ്പർ ഷൈൻ നെടിയുരിപ്പിൽ പ്രധാനാധ്യാപിക സൽമ K എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. PTA പ്രസിഡന്റ് മണികണ്ഠൻ, MPTA പ്രസിഡന്റ് വിനീത രൺദീപ്, സ്റ്റാഫ് സെക്രട്ടറി ബീന ടീച്ചർ തുടങ്ങിയവർ സ്വാതന്ത്ര്യദിനാശംസകൾ അർപ്പിച്ചു. ജാതി, മത, വർണ്ണ ദേശങ്ങൾക്ക് അതീതമായി ഇന്ത്യ എന്ന ഒരൊറ്റ ജനതയായി നാം നിലകൊള്ളണമെന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പ്രസക്തി, സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, രാജ്യത്തോടും സമൂഹത്തോടുമുള്ള നമ്മുടെ പ്രതിബദ്ധത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഏവരും സംസാരിച്ചത്.
ദേശഭക്തി ഗാനാലാപനം, കുട്ടികളുടെ കലാപരിപാടികൾ, അമ്മയും കുഞ്ഞും കിസ്, മധുര പലഹാര വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. നമ്മൾ ഒരു അമ്മ പെറ്റ മക്കളാണ് എന്ന ഒരു സാഹോദര്യ ബോധത്തോടു കൂടി, ഒരു ദേശീയ ബോധത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ആ ഒരു സാഹോദര്യവും അഖണ്ഡതയും ദേശീയ ബോധവുമെല്ലാം നമ്മളിൽ നിലനിർത്താൻ വീണ്ടും അതിനെ അതിനെ വീണ്ടും ഊർജ്ജസ്വലമാക്കാൻ നമ്മളുടെ ഈ ഒരു ഇത്തരത്തിലുള്ള ദേശീയ ദിനാചരണങ്ങൾ സഹായകമാവട്ടെ. വൈവിധ്യമാർന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുമായി കഴിമ്പ്രം വിദ്യാലയം. VPM SNDP HSS കഴിമ്പ്രം വിദ്യാലയം രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെ സ്കൂൾ അങ്കണത്തിൽ ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തലോടെ പരിപാടികൾ ആരംഭിച്ചു. പ്രിൻസിപ്പൽ S ജയലക്ഷ്മി, HM ബീന ടി രാജൻ, PTA പ്രസിഡന്റ് രമേശ് പളത്ത് എന്നിവർ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC, NSS എന്നീ വിവിധ സേനകളുടെ ഫ്ലാഗ് സല്യൂട്ടും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ലൻസ്ഫെഡ് നാട്ടിക ഏരിയ കമ്മിറ്റി വിദ്യാലയത്തിലെ NSS യൂണിറ്റിന് സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി ട്രാഷ് ബാരൽ കൈമാറി. LP, UP, HS, HSS വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാനം, പ്രസംഗം, സ്കിറ്റ്, ഫ്ലാഷ് മോബ് എന്നിവ പരിപാടികളുടെ മാറ്റുകൂട്ടി. അധ്യാപക, അനധ്യാപകർ, രക്ഷിതാക്കൾ, PTA അംഗങ്ങൾ, മറ്റു ഭാരവാഹികളും ആഘോഷ പരിപാടികൾ സന്നിഹിതരായിരുന്നു. ഈ സ്വാതന്ത്ര്യം ഇനിയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അത് ഭാരതത്തിൻ്റെ വരും തലമുറയുടെ പൗരന്മാരായ കുട്ടികളിലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും നിങ്ങൾ അത് സ്വാതന്ത്ര്യത്തിൻ്റെ വില, കാരണം സഞ്ചരിക്കുവാനും സംഘടിക്കുവാനും നമ്മളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനും ഒക്കെ ഒരു വേദി നമുക്കുണ്ടാക്കി തന്നത് മഹാന്മാരായ ഒരുപാട് നേതാക്കന്മാരുടെ പോരാട്ടങ്ങളിലൂടെയും ജീവത്യാഗങ്ങളിലൂടെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കാൻ ഇനിയും ബാധ്യസ്ഥരെന്ന് പറയുന്നത് നമ്മളാണ്. വലിയ ആഘോഷങ്ങളൊന്നും നമ്മൾ സംഘടിപ്പിച്ചിട്ടില്ല. കാരണം ഇപ്പോഴും വയനാട് ദുരന്തം നമ്മളെ ഓരോരുത്തരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മൾ കേൾക്കുന്നത് ശരീരഭാഗങ്ങളും പൂർണ്ണമായ ഒരു ശരീരം പോലും കിട്ടാതെ കൈയും കാലും മാത്രം, ശരീരഭാഗങ്ങളും മാത്രം കിട്ടിയ ഒരവസ്ഥയിൽ നമ്മൾ വലിയ ആഘോഷ പരിപാടികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രവർത്തനമാണ് നമ്മൾ സ്വാതന്ത്ര്യദിനാഘോഷമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി നാട്ടിക നിയോജന മണ്ഡലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ സദസ്സിൽ ലഭിച്ച നിവേദനങ്ങളിലും പരാതികളിലും കൃത്യമായ പരിഹാര നടപടികൾ ഉണ്ടാകുമെന്നും പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന് ജനകീയ തലത്തിൽ സഹകരണം ആവശ്യമാണെന്നും CC മുകുന്ദൻ MLA പറഞ്ഞു. പുതിയ ബസ് റൂട്ടുകളുടെ ആവശ്യകത, ബസ്സുകളുടെയും മറ്റു വാഹനങ്ങളുടെയും മത്സരയോട്ടം, സമയക്രമം തെറ്റിയുള്ള സർവീസുകൾ, വിവിധ സ്ഥലങ്ങളിലെ അനധികൃത വാഹനങ്ങളുടെ പാർക്കിംഗും അപകടാവസ്ഥയും, ട്രാഫിക് സിഗ്നലുകളുടെ ആവശ്യകത, ടാക്സി ഡ്രൈവർമാർ നേരിടുന്ന വെല്ലുവിളികൾ, സേഫ് ഡ്രൈവിംഗ് തുടങ്ങിയ സംബന്ധിച്ച് സദസ്സിൽ ചർച്ചകൾ നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃപ്പയാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, അവനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, KSRTC ട്രാൻസ്പോർട്ട് ഓഫീസർ ഉബൈദ്, പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ, ബസ് ഉടമകളായ ജോയ്, നസീർ, അബ്ബാസ്, ഡൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഒരാളെ മേത്ത് വണ്ടി ഇടിച്ചു, ആൾ മരണപ്പെട്ടു, ഇൻഷുറൻസിന് പൈസ കിട്ടാനില്ല, എങ്ങനെ കിട്ടും? അന്വേഷിച്ച് വന്നപ്പോൾ ആളുടെ രേഖകളൊന്നുമില്ല. അവർ കൂട്ടർ പറഞ്ഞു കള്ളുടിച്ചിട്ടാണ് വണ്ടി വന്ന് ഓടിച്ചിരുന്ന ആൾ അങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് പറയുന്നു. അവർ വെറുതെ റോഡിൽ കയറി. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ രംഗത്ത് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് മാനസികമായൊരു വേദന നമ്മുടെ ഈ ഗ്രാമ റോഡുകളിലൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതൊക്കെ കൃത്യത ആയി ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു മാതൃകപരമായ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പൊതു ഗതാഗത രംഗത്ത് മാതൃകപരമായ രീതിയിലേക്ക് ഇത് നയിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ ജനപ്രതിനിധി അടക്കം ഒട്ടായി നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരും സഹകരിച്ച് ഒരു മാതൃകപരമായ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ മന്ത്രിയുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം കൂടി ഇതിൻ്റെ അകത്ത് പ്രധാനമാണ്. ഒരു പരാതിയില്ലാതെ ആവശ്യമായ രീതിയിൽ നമുക്ക് റൂട്ട് ടൈമുകൾ തെറ്റിച്ചു കൊടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി വന്നു നിന്നാൽ തന്നെ നമുക്ക് സമയത്തിന് വണ്ടി കിട്ടാത്തൊരവസ്ഥ. ഇതൊക്കെ സർക്കാരിൻ്റെ ചില നിയമ നടപടികളൊക്കെ ഉണ്ട്. ആ നിയമ നടപടികളിൽ നിന്നുകൊണ്ട് മാതൃകപരമായ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു.
വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി മൗന പ്രാർത്ഥനയോടുകൂടി തുടങ്ങിയ കാട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത പതാക ഉയർത്തി നിർവഹിച്ചു. സെക്രട്ടറി VA ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അനീഷ് എന്നിവർ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. പഞ്ചായത്ത് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചെമ്മാപ്പിള്ളി MLP സ്കൂളിൽ 78ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. പ്രധാനാധ്യാപിക ബിന്ദു KP പതാക ഉയർത്തി. പൂർണ്ണമായും ശുചിത്വ മിഷന്റെ ചട്ടങ്ങൾ പാലിച്ച് ബലൂണുകളും പ്ലാസ്റ്റിക് തോരണങ്ങളും ഒഴിവാക്കി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നുണ്ടാക്കിയ പേപ്പർ ക്രാഫ്റ്റ് വർക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച പുഷ്പങ്ങൾ, ഇന്ത്യ ഭൂപടം, പക്ഷികൾ, വിവിധ രൂപത്തിലുള്ള തോരണങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് സ്കൂൾ അങ്കണവും പ്രധാന വേദിയും അലങ്കരിച്ചത്. PTA പ്രസിഡന്റ് പ്രജിഷ രതീഷ്, വികസന സമിതി സെക്രട്ടറി PK ശ്രീജി, മുൻ പ്രധാനാധ്യാപിക BS സുഷമ, സ്കൂൾ ലീഡർ മുഹമ്മദ് യാഫിസ് എന്നിവർ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും മധുര വിതരണവും നടന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ചൈതന്യ അനശ്വര അംഗൻവാടികളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം ദേശീയ പതാക ഉയർത്തി ആന്റോ തറയൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ടീച്ചർമാരായ അഞ്ജു KB, സതി രംഗൻ, ഹെൽപ്പർമാരായ ഗീത, നിമ്മി പ്രേംലാൽ, CDS മെമ്പർ സുഭദ്ര രവി, ആശാ വർക്കർ സുശീല രാജൻ, MLC അംഗങ്ങളായ ലൂയിസ് താണിക്കൽ, റിജു കണക്കന്തറ, ഹീമ രഞ്ജിതൻ, അജിത മോഹനൻ, വൈജു ബാലൻ എന്നിവർ നേതൃത്വം നൽകി. പായസ വിതരണവും മധുര വിതരണവും നടത്തി. നമുക്ക് ഇവിടെ 4 അതിരുകളും ഏകദേശം 33 കോടി ജനങ്ങളുമായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പം അതിൽ നിന്ന് ഇപ്പോൾ 140 മേലെ കോടി ജനങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ അധിവസിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു മുട്ടുസൂചി പോലും ഉൽപ്പാദിക്കാൻ പറ്റാത്ത രാജ്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഇന്ന് നമ്മൾക്ക് എത്തിപ്പെടാൻ, ലോകരാജ്യങ്ങൾക്കിടയിൽ 4-5 സ്ഥാനങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അതാത് കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുള്ള ഭരണാധികാരികളുടെ മിടുക്കാണ് എന്ന് ഞാൻ ഈ സമയത്ത് പറയുകയാണ്. നമുക്കറിയാം, ഒരുപാട് ധീര ദേശാഭിമാനികൾ രക്തം ചിന്തിയിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഒട്ടനവധി ആളുകൾ, നമുക്ക് ചിന്തിച്ച ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഇതിനുവേണ്ടി രക്തം ചിന്തിയും സ്വയം ജീവിതം അർപ്പിച്ചും ഒക്കെ മുന്നോട്ട് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ആകത്തുകയാണ് നമ്മൾക്ക് ഇന്ന് കാണിക്കുന്ന ഈ സമാധാനവും, അതുപോലെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ചെമ്പൂക്കാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. തൃശൂർ ചെമ്പൂക്കാവ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 78ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സൂപ്രണ്ട് VK സുരേന്ദ്രൻ പതാക ഉയർത്തി. VHSS ഇൻചാർജ് അധ്യാപിക സീന V മേനോൻ സ്വാഗതം പറഞ്ഞു. PTA വൈസ് പ്രസിഡന്റ് VT സുനിൽകുമാർ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അധ്യാപകരായ KV സജിത, V രാമചന്ദ്രൻ, TJ അഗസ്റ്റിൻ, KR ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. അധ്യാപിക PR വീണ ചടങ്ങിന് നന്ദി പറഞ്ഞു. നമ്മുടെ ഓരോ പൗരന്മാരുടെ ഒരു കടമ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ നേടിയെടുത്ത ആ സ്വാതന്ത്ര്യം അത് നിലനിർത്തി കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള രാജ്യം. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു, വിഷമിക്കേണ്ട. ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള റിപ്പയറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വിട്ടുകൊടുക്കുക എന്നുള്ളത് ചില സമയങ്ങളിൽ സാധ്യമല്ല. എന്ത് ചെയ്യാം, മനുഷ്യന്മാരായി പോയില്ലേ. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അവസാനം അത് പറഞ്ഞല്ലേ പറ്റൂ. അല്ലെങ്കിൽ അതിനെ സ്നേഹമെന്ന് വിളിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും നിങ്ങൾക്കായി 20,000 4G ടവറുകൾ സ്ഥാപിക്കുന്നത്. ഇനി അകലെ നിന്നുകൊണ്ട് അടുത്തറിഞ്ഞ് സന്തോഷം പങ്കുവയ്ക്കാം. BSNL കണക്റ്റിംഗ് ഇന്ത്യ. വാർത്താ നേരം തുടരുന്നു. എടമുട്ടം ശ്രീ പാലപ്പട്ടി ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം മേൽശാന്തി പ്രദോഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തിയും ട്രസ്റ്റ് ബോർഡ് ചെയർമാനുമായ സുമിത്രൻ തൊട്ടാരത്ത് ആനയ്ക്ക് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ തുളസി KC, ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളായ ബാലൻ നായർ, ശ്യാമള ദേവി, ജനാർദ്ദനൻ, പ്രകാശൻ KR, സുജിത് KC,
മനോജ് കുമാർ KV എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ബ്യൂട്ടി സിൽക്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. തൃപ്രയാർ ബ്രാഞ്ച് റീജിയണൽ മാനേജർ അബ്ദുള്ള നാദ്വി പതാക ഉയർത്തലും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. മതങ്ങളുടെ പരസ്പരം തിരിച്ചറിഞ്ഞ് പൗരന്മാർ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും മതേതരത്തിനും മുതൽക്കൂട്ടായി മാറുമെന്നും സന്ദേശത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. തുടർന്ന് സ്റ്റാഫുകൾക്കും മറ്റംഗങ്ങൾക്കും കേക്കും മറ്റു മധുരപലഹാരങ്ങളും നൽകി ചടങ്ങ് വിപുലമാക്കി. നാലമ്പല ദർശനത്തോടനുബന്ധിച്ച് പ്രവർത്തിച്ചു വരുന്ന തൃപ്രയാർ അമ്പലത്തിലെ കൺട്രോൾ റൂമിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വാടാനപ്പള്ളി SI സജിൽ KG പതാക ഉയർത്തി. SI വിൻസെന്റ്, GSI വിജയശ്രീ, SCPO അനിത, CPO ഹരികൃഷ്ണൻ, വിനു, വേണു, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വാടാനപ്പള്ളി സ്റ്റേഷൻ ISHO വിനു പതാക ഉയർത്തി. SI ഷാഫി, പോലീസ് ഉദ്യോഗസ്ഥരായ സദാശിവൻ, രഘു, രഞ്ജിത്ത്, ഫ്രാൻസിസ്, ASI സ്നേഹമോൾ തുടങ്ങിയവർ ചേർന്ന് പരിപാടിക്ക് നേതൃത്വം നൽകി. കിഴുപ്പള്ളിക്കര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. സെക്രട്ടറി PB അനിൽ പതാക ഉയർത്തി. നവാസ് പട്ടാട്ട് അധ്യക്ഷത വഹിച്ചു. PS സനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലൈബ്രറിയൻ പുഷ്പാനിലൻ നന്ദി പറഞ്ഞു. കർമ്മസേനാംഗങ്ങൾക്ക് വേണ്ടി ബൂട്ട്, ഗ്ലൗസ്, ക്യാമ്പ്. കൊടുങ്ങല്ലൂരിൽ മദ്യം വാങ്ങാൻ പണം നൽകാത്തതിന് 15 വയസ്സുകാരനെ ആക്രമിച്ചവർ പിടിയിൽ. കൊടുങ്ങല്ലൂരിൽ മദ്യം വാങ്ങാൻ പണം നൽകാത്തതിലുള്ള വിരോധത്തിൽ അതിഥി തൊഴിലാളിയുടെ മകനെ കമ്പിവടി കൊണ്ട് തലക്കടിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച പ്രതികൾ കീഴടങ്ങി. എറിയാട് നീതിവിലാസം കോളനിയിൽ വാഴക്കാലയിൽ വീട്ടിൽ 35 വയസ്സുള്ള അഷ്കർ, വാക്കാട്ട് വീട്ടിൽ 33 വയസ്സുള്ള വിഷ്ണു എന്നിവരാണ് കോടതിയിൽ കീഴടങ്ങിയത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളിൽ ഒരാളായ അഷ്കർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. കേസിൽ മറ്റു പ്രതികളായ ജിഷ്ണു, മുഹമ്മദ് ഉണ്ണി എന്നിവരെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എറിയാട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപം താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി അഷ്റഫ് മുഡാലിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച മകൻ 15 വയസ്സുള്ള മുറാദിനെയാണ് കമ്പിവടി കൊണ്ട് തലക്കടിച്ച് പ്രതികൾ പരിക്കേൽപ്പിച്ചത്. തളിക്കുളത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും ഇലക്ട്രിക് ഉപകരണങ്ങൾ മോഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ. തളിക്കുളം സെന്ററിന് കിഴക്ക് ഭാഗത്തായി പതിയപറമ്പത്ത് സെയ്താലി മകൻ അഷ്റഫിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും വയറിംഗ്, പ്ലംബിംഗ് മെറ്റീരിയലുകൾ, സ്വിച്ച് ബോർഡുകൾ, കോപ്പർ തുടങ്ങിയ സാധനങ്ങളാണ് പ്രതികൾ മോഷ്ടിച്ചത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ മോഷണത്തിനായി പ്രതികൾ വീട്ടിൽ കയറിയതായി വിവരമറിഞ്ഞെത്തിയ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, SIമാരായ സദാശിവൻ, മുഹമ്മദ് റാഫി, സീനിയർ CPOമാരായ ജ്യോതിഷ്, സുനീഷ്, അരുൺ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിലായി വിലപിടിപ്പുള്ള ധാരാളം വയറിംഗ്, പ്ലംബിംഗ് മെറ്റീരിയൽസുകൾ ഇവിടെ നിന്ന് മോഷ്ടിച്ച് വിറ്റതായി പ്രതികൾ സമ്മതിച്ചു. വീട്ടുടമ അഷ്റഫും കുടുംബവും തൃശൂർ ശോഭ സിറ്റിയിലാണ് താമസം. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. വ്യാജ ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വൻതോതിൽ പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് 43 ലക്ഷത്തോളം പണം തട്ടിയ മലപ്പുറം സ്വദേശി അറസ്റ്റിൽ. വ്യാജ ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വൻതോതിൽ പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ സ്വദേശിയുടെയും ഭാര്യയുടെയും പക്കൽ നിന്ന് വിവിധ കാലയളവിൽ 43 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ മലപ്പുറം സ്വദേശി തൃശൂർ റൂറൽ സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായി. മലപ്പുറം കടപ്പടി സ്വദേശി പൂതൻകുറ്റി വീട്ടിൽ ഷാജഹാൻ എന്നയാളെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്ത് പിടിയിലാക്കിയത്. ഷെയർ കൺസൾട്ടന്റേതാണെന്നും ഓൺലൈൻ ട്രേഡിംഗിലൂടെ പണം സമ്പാദിക്കുന്നതിന് ട്രെയിനിങ് നൽകാമെന്നും മറ്റുമുള്ള വിശ്വാസയോഗ്യമായ വീഡിയോകൾ ഫേസ്ബുക്കിലൂടെ കണ്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി തൃശൂർ സ്വദേശി പരസ്യത്തിൽ കാണിച്ചിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തതാണ് തട്ടിപ്പിന്റെ തുടക്കം. ലിങ്കിൽ ക്ലിക്ക് ചെയ്തതയുടൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കുകയും തുടർന്ന് ട്രേഡിങ്ങിനെ പറ്റിയുള്ള വീഡിയോകൾ അയച്ചു കൊടുത്ത് വിശ്വസിപ്പിക്കുകയും ട്രേഡിങ്ങിനാണെന്ന വ്യാജേന മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് തട്ടിപ്പുകാരൻ ആവശ്യപ്പെട്ട പ്രകാരം ട്രേഡിംഗ് ചെയ്യുന്നതിനായി പ്രതികൾ അയച്ചു കൊടുത്ത അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയും ലാഭമെന്നോണം നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനിൽ പണം വന്നതായി ഡിസ്പ്ലേ ചെയ്ത് കാണിച്ച് വിശ്വസിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ആദ്യം കാണിച്ച തുകകൾ തൃശൂർ സ്വദേശി പിൻവലിച്ചിരുന്നു. വിശ്വാസം നേടിയെടുത്ത ശേഷം പല കാലയളവിലായി ട്രേഡിങ്ങിനാണെന്ന വ്യാജേന 43 ലക്ഷം രൂപ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ ആവലാതിക്കാരി കൊണ്ട് നിക്ഷേപിക്കുകയായിരുന്നു. നിക്ഷേപിച്ച പണം കൊണ്ട് ട്രേഡിംഗ് നടത്തി ലഭിച്ച തുകയാണെന്ന വ്യാജേന ട്രേഡിംഗ് വാലറ്റിൽ വൻ തുകകൾ കാണിച്ചിരുന്നുവെങ്കിലും പിൻവലിക്കാൻ സാധിക്കാതെയായപ്പോൾ പണം പിൻവലിക്കുന്നതിന് ടാക്സ് ഇനത്തിൽ കൂടുതൽ പണം നിക്ഷേപിക്കാൻ തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇയാൾ തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്നതിന് മലപ്പുറം സ്വദേശികളുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ തരപ്പെടുത്തി കൊടുക്കുകയും അക്കൗണ്ടുകളിൽ വന്ന പണം പിൻവലിച്ച് കമ്മീഷൻ വ്യവസ്ഥയിൽ തട്ടിപ്പുകാർക്ക് കൈമാറിയതിനുമാണ് ഷാജഹാൻ അറസ്റ്റിലായത്. ഇയാൾ ഉൾപ്പെടെ കൂടുതൽ പേർ ഇപ്രകാരം തട്ടിപ്പുകാർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി.
ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ IPSന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ അറസ്റ്റിലായത്. അന്വേഷണ സംഘത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SIമാരായ ബെന്നി ജോസഫ്, CM തോമസ്, സീനിയർ CPOമാരായ വിജി, അനൂപ് കുമാർ, AK മനോജ്, KT ബിജു, വനിതാ പോലീസ് സ്റ്റേഷൻ സീനിയർ CPO സിന്ധു എന്നിവരാണ് ഉണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ വിതരണം നടത്തി. ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് വേണ്ടി ബൂട്ട്, ഗ്ലൗസ്, ക്യാപ്, മാസ്ക്, റെയിൻകോട്ട് എന്നിവയാണ് എല്ലാ അംഗങ്ങൾക്കും വിതരണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ചെയർപേഴ്സൺമാരായ തപതി, KA ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ EP അജയഘോഷ്, മണി ഉണ്ണികൃഷ്ണൻ, അനിത കാർത്തികേയൻ, രശ്മി ഷിജോ, സിജി സുരേഷ്, ഷൈൻ നെടിയിരുപ്പിൽ, പഞ്ചായത്ത് സെക്രട്ടറി ഷിനിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാലൻ, VO നവീൻ, കോർഡിനേറ്റർ റിസ്വാന, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പഞ്ചായത്ത് സ്റ്റാഫുകൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മളുടെ ആപത്ത് വരുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചില്ല് അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് കൂട്ടിയിടുന്നതാണ്. അപ്പോൾ അതിൽ ഇഴജന്തുക്കൾ ഉണ്ടാകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗംബൂട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമഭാവനയിൽ അധിഷ്ഠിതമായ നവഭാരത നിർമ്മിതിക്കായി ഓരോ ഇന്ത്യൻ പൗരനും ശ്രമിക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പള്ളിപ്രം GFLP സ്കൂളിൽ ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിനം ആചരിച്ചു. വൈവിധ്യമാർന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുമായി കഴിമ്പ്രം വിദ്യാലയം. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി നാട്ടിക നിയോജന മണ്ഡലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.